കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ല ഇപ്പോഴോ എത്ര ഹോട്ടലുകളാണ് അടച്ചതെന്നറിയാമോ? എന്താ കാര്യം എന്നറിയാമോ? ഗ്യാസിന്റെ ഷോർട്ടേജാണ്. കരിഞ്ചന്തയിൽ 3000 മുതൽ 4000 രൂപയ്ക്ക് പോലും ഗ്യാസ് കുറ്റി വാങ്ങുവാൻ വേണ്ടി ആളുകൾ വന്നു, കിട്ടുന്നില്ല. എന്താ കാര്യം? അതൊരു യുദ്ധമാണ്. ഭയങ്കരമായ നിലയിൽ ഇവിടെ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് യുദ്ധം നടന്നപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നിത്യ ഉപയോഗ സാധനത്തിന് പോലും ലഭ്യമാകാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു. ഒരുപക്ഷെ നമ്മൾ കരുതും കയ്യിൽ കുറെ പണം ഉണ്ടല്ലോ, സുഖലോലിപതയിൽ ജീവിതം നയിക്കാം. സാധിക്കില്ല കേട്ടോ സുഹൃത്തെ. എന്തെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു യുദ്ധം ഭയങ്കരമായി ഭീതിജനകമായ അവസ്ഥയിൽ നമ്മുടെ രാജ്യത്തിലോ നാട്ടിലോ വന്നു കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ 2 പോർട്ടും 4 എയർപോർട്ടും ഒരു 5-6 പാലവും ഒക്കെ അതേ തകരപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം വരുന്ന സാധനമാണ്. ഉള്ളി ഉൾപ്പെടെ, ഗോതമ്പ് ഉൾപ്പെടെ, അരി ഉൾപ്പെടെ മറ്റ് അതേ എല്ലാ സാമഗ്രികളും വരുന്നതാണ്. ഇതെല്ലാം തകർന്നടിഞ്ഞാൽ എല്ലാം 1 സെക്കൻഡ് കൊണ്ട് മനുഷ്യൻ 1-ാം നൂറ്റാണ്ടിലേക്ക് പോകും. അതുകൊണ്ട് ഇന്ന് ഈ സമയം ഓർത്തുകൊള്ളുക, ഇതൊന്നും ശാശ്വതമല്ല. എന്നും ഈ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കില്ല. ഇരുളുന്നു വെളുക്കുന്നു, അതെന്നും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കില്ല. മരിക്കുന്നു ജനിക്കുന്നു, എന്നും സംഭവിക്കില്ല. വിവാദത്തിന് കൊടുക്കുന്നു എടുക്കുന്നു, ഇതൊന്നും സംഭവിക്കില്ല. ഇതെല്ലാം അസ്തമിക്കാറായി, ഇതെല്ലാം തകരാറായി. അസഹനീയമായ ചൂടല്ലേ ഇപ്പോൾ വ്യാപരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം സംഭവിക്കുമ്പോൾ തന്നെ അതുപോലുള്ള പ്രകൃതിയിലും വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തെ, പ്രിയപ്പെട്ട സ്നേഹിത, പ്രിയപ്പെട്ട സഹോദര സഹോദരി, താങ്കളെ രക്ഷിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയുകയുള്ളൂ. എത്രയെത്ര മഹാരഥന്മാർ മാനവ ജനതയെ ഉദ്ധരിക്കുവാൻ വേണ്ടി ഇവിടെ അവതരിച്ചു. മസ്തിഷ്ക മദനക്രിയ കൊണ്ട് മഹാവിജയങ്ങൾ നേടിയ മഹാരഥന്മാർ, തത്വജ്ഞാന വികായസിലെ അത്യുച്ചല താരമായ പ്ലേറ്റോ, ഉപദാന കാരണവാദിയായിരുന്ന അരിസ്റ്റോട്ടിൽ, ഗ്രീസിലെ ആകൃതവാദിയായിരുന്ന പൈതഗോറസ്, മുന്നോട്ട് വിജയം നമ്മുടേതാണ്, അസാധ്യമെന്നൊരു വാക്കിന്റെ നിഘണ്ടുവിലില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച 5 അടി 1 ഇഞ്ച് ഉയരമുള്ള നെപ്പോളിയൻ മനുഷ്യരെ രക്ഷിക്കുവാൻ കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം മാനവ ജനതയെ ഉദ്ധരിക്കുവാൻ പെണ്ണിന്റെ മഹിമ വെടിഞ്ഞ് പാലസ്തീന്റെ പച്ചമണ്ണിൽ ഉദിച്ചുയർന്ന ഏക നീതി സൂര്യനാണ് കർത്താവ് യേശു ക്രിസ്തു. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: മനുഷ്യ, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ 2 മാർഗമല്ല, 2 നാമമല്ല, ഏകനാമം. അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഈ അഞ്ചാലി കോണമെന്ന ദേശത്ത് ഇത്തരം ഉച്ചഭാഷണിയിലൂടെ ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു: താങ്കളെ രക്ഷിക്കുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് കർത്താവ് യേശു ക്രിസ്തു എന്ന ഏകനാമമാണ്. തകർന്നയുടെ നടുവിലാണോ, ഭാരത്തിന്റെ നടുവിലാണോ സ്നേഹിത, മദ്യപാനം ഒരു ശാശ്വത പരിഹാരമല്ല. ലഹരി താങ്കളെ തകർത്ത് കളയും. ലഹരി പദാർത്ഥ പാനീയങ്ങൾ താങ്കളെ അടിമപ്പെടുത്തും. താങ്കളുടെ ജീവിതം ഇന്ന് ശോകമുഖ അനുഭവമാണോ? കുടുംബത്തിനകത്ത് സമാധാനമുണ്ടോ? കുടുംബത്തിനകത്ത് സന്തോഷമുണ്ടോ? എല്ലാം നഷ്ടപ്പെട്ട് തകർച്ചയുടെ നടുവിലാണെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന യേശുവിനൊന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? താങ്കളുടെ ഹൃദയം ഒരുപക്ഷെ താങ്കൾ വീട്ടിനകത്തായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അതേ റോഡ് സൈഡിൽ എവിടെയും കേട്ടുകൊണ്ടിരിക്കാം. താങ്കൾ ഹൃദയം യേശുവിന് വിട്ടു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, യേശുവേ, എനിക്ക് അവിടുന്ന് അതേ സമാധാനം നൽകണമേ, എന്നെ അവിടുന്ന് രക്ഷിക്കണമേ, എനിക്ക് അത് എന്നെ പിടിമുറുക്കുന്ന ചില ലഹരി, എന്നെ പിടിമുറുക്കുന്ന ചില ശക്തികൾ എന്നിൽ നിന്ന് അവിടുന്ന് മാറ്റിത്തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമെങ്കിൽ താങ്കളെ കർത്താവ് യേശു ക്രിസ്തു രക്ഷിക്കുവാനിടയായി തീരും. അന്ത്യകാലഘട്ടത്തിൽ ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. നമ്മൾ വായിച്ചില്ലേ, ചില വർഷങ്ങൾക്ക് മുൻപ് കവടിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് കാടൽ ജിൻസൺ രാജ് എന്ന് പറയുന്ന ഒരു പയ്യൻ, അവന്റെ മാതാവ് ഡോക്ടറാണ്, അല്ലേ, പിതാവ് ഡോക്ടർ പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ സഹോദരി കാരോലിൻ ഓസ്ട്രേലിയയിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ കാര്യം? രാത്രിയുടെ യാമങ്ങളിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ മൊബൈലിലൂടെ പരിശോധിച്ചതാണ്. ഒരു വ്യക്തിയുടെ ശരീരത്തെ അതിൽ നിന്ന് ആത്മാവ് വേറിടുന്നത് കാണാൻ വേണ്ടിയിട്ട് അവൻ അത് പഠിച്ചപ്പോഴത്തേക്കും ഗൂഗിളിൽ തപ്പിയപ്പോഴത്തേക്കും ഗൂഗിൾ കൊടുത്തതായ ഒരു അറിവ്, അത് അറിയണമെങ്കിൽ ആദ്യം ആളെ എന്ത് ചെയ്യണം? കൊല്ലണം, എങ്കിലല്ലേ കാണാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ താങ്കൾക്ക് ഇരട്ടി ശക്തി കിട്ടും. അങ്ങനെ വലിയ വിദ്യാഭ്യാസ സാംസ്കാരിക സാമ്പത്തിക നിലയിൽ ജീവൻ നയിക്കുന്ന കാടൽ ജിൻസൺ രാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അതെ, അവന്റെ അകത്തളങ്ങളിൽ പൈശാചിക ശക്തി വ്യാപരിക്കപ്പെട്ട് ഒരു സമയത്ത് അവന്റെ മാതാവിനെ അത് കൊന്നുകളഞ്ഞു, അവന്റെ പിതാവിനെ കൊന്നുകളഞ്ഞു, കാരോലിൻ എന്ന സഹോദരിയെ കൊന്നുകളഞ്ഞു. നിങ്ങൾക്കറിയാമോ, സ്തോത്രം, ഇവിടെ ആരെയും വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അതേ അക്ഷര സംയുക്തതയിൽ ആറാടുന്ന നമ്മുടെ കേരളക്കര ഇന്ന് വളരെ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കൊച്ചു കുട്ടികൾ പോലും ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നു.
പാപപ്രവർത്തികൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരെയും ആർക്കും വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് സ്നേഹിത, ഈ ഭൂമിയിൽ എല്ലാ കാലവും ജീവിതം നയിക്കാമെന്ന് താങ്കൾ കരുതണ്ട. ഇതെല്ലാം അസ്തമിക്കാറായി, ഇതെല്ലാം അവസാനിക്കാറായി. വിശുദ്ധ ബൈബിളിൽ പറയുന്ന കാര്യാദികൾ അക്ഷരത്തെറ്റില്ലാതെ കൃത്യതയോടുകൂടെ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഗാസ നിർജ്ജനമാകുമെന്ന് ഇന്നേക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവത്തിന്റെ അഭിഷിക്തനായ പ്രവാചകൻ പ്രവചിച്ചു. ആ കാലഘട്ടത്തിലൊക്കെ ആ പ്രവചനം സത്യമാകുവാൻ സാധ്യതയില്ല. ഒരു 20-40 വർഷങ്ങൾക്ക് മുൻപ് അത് യാഥാർത്ഥ്യമാകുവാൻ സാധ്യതയില്ല. ഇന്ന് നിങ്ങൾ ചരിത്രം പഠിക്കൂ, ഇന്ന് നിങ്ങൾ അതിന്റെ കാര്യാദികൾ വ്യക്തമായി തിരക്കൂ. ഇന്ന് ഗാസ നിർജ്ജനമാണ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അക്ഷരത്തെറ്റില്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്നേഹിത, തകർച്ചയെ മാറ്റി ഉയർച്ച നൽകുന്ന, താങ്കളെ ഉദ്ധരിക്കുന്ന, താങ്കളുടെ ജീവിതത്തിന് അനുഗ്രഹം നൽകുന്ന, ശാശ്വത ശാന്തിയും സമാധാനവും നൽകുന്ന കർത്താവിന് ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് താങ്കൾ യേശുവിന് വേണ്ടി ആ ഹൃദയം കൊടുക്കൂ. ഒരു വഴിയെ നടന്നിട്ട് നാളിതുവരെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ വഴിയെ നടക്കുവോ? നടക്കില്ല. ഒരു ഡോക്ടറെ കണ്ട് ദിവസവും 200-300 രൂപ വെച്ച് അവരെ എഴുതിയിടുന്ന ടാബ്ലറ്റ്സുകൾ നമ്മൾ ചോറ് തിന്നും പോലെ വാരി തിന്നിട്ട് ഒരു രോഗത്തിന് ഒരല്പം പോലും മാറ്റമില്ലെങ്കിൽ മാസക്കണക്ക് വർഷക്കണക്ക് അയാൾക്ക് പൈസ വെച്ചാൽ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുവോ? വല്ല സദാചാര ബോധമുണ്ടെങ്കിൽ, അത് എന്തെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ അത് വിട്ടിട്ട് മറ്റൊരു ഡോക്ടറെ തേടും. ശരിയല്ലേ? ഒരു വഴി നടന്ന് ഇതുവരെ ഒന്നും കിട്ടിയില്ലെങ്കിൽ മറ്റൊരു വഴി നടക്കണം. അതെ, ഒരാളിന്റെ മുമ്പിൽ പോയി ഇന്നും ഒരു മാറ്റവും ഇല്ലെങ്കിൽ സാക്ഷാൽ കർത്താവ് യേശുവിന്റെ അരികിലേക്ക് വരണം. താങ്കൾക്ക് എന്തെന്നില്ലാത്ത ഒരു നിലനിൽക്കുന്ന ഒരു ശാന്തിയും ഒരു ശാശ്വത സമാധാനവും നൽകുവാൻ യേശു ശക്തനും സന്നദ്ധനുമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചായ കുടിച്ചാലോ, ഒരു സിനിമ കണ്ടാലോ, ഒരു ടൂർ പോയാലോ സമാധാനം കിട്ടും, പക്ഷെ അത് നിലനിൽക്കുന്നതല്ല. അതാ യേശു പറഞ്ഞത്, ലോകത്തിന് സമാധാനം തരാൻ പറ്റും, നിലനിൽക്കുന്ന സമാധാനം തരുവാൻ, നിലനിൽക്കുന്ന ശാന്തി വരുത്തുവാൻ, നിലനിൽക്കുന്ന അനുഗ്രഹം തരുവാൻ ചരിത്രത്തിൽ ഒരുവന് മാത്രമേ ഉള്ളൂ. അത് കാലത്തിന്റെ കാരണാഭൂതനും ലോകത്തിന്റെ വിധികർത്താവുമായ യേശു ക്രിസ്തുവിന് മാത്രമേ താങ്കൾക്ക് നിലനിൽക്കുന്ന സന്തോഷവും സമാധാനവും തരാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് എല്ലാം തകർച്ചയാണെങ്കിൽ, എല്ലാം പ്രതികൂലമാണെങ്കിൽ അതുകൊണ്ട് തീർന്നെന്ന് കരുതണ്ട. ഇന്ന് താങ്കളായിരിക്കുന്ന എവിടെയായാലും യേശുവിന് വേണ്ടി ഹൃദയം ഒന്ന് കൊടുത്ത്, ദൈവമേ എന്നെ ഒന്ന് രക്ഷിക്കണമേ, എന്റെ രോഗത്തെ മാറ്റണമേ, എന്റെ കുടിപ്പഴക്കത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ ജീവിതം ഇന്ന് ശോകമുഖ അനുഭവമാണ്. എന്റെ വീട്ടിനകത്ത് സമാധാനമില്ല, തലമുറകളെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല. ഞാനും എന്റെ വീട്ടിൽ അധികം പറ്റാണ്. ശരിയല്ലേ? ഇന്ന് രോഗിയായൊക്കെ ഒരാൾ വീട്ടിൽ കടന്നു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ ആളില്ല. എല്ലാവരും തിരക്കിന്റെ പിടിയിലാണ്. അവരവരുടെ ഇഷ്ടത്തിന് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയ മാതാവേ, പിതാവേ, നീ വണ്ടി ഓടുന്നത് പോലെ ഓടി തേഞ്ഞ്, എല്ലും തേഞ്ഞ്, പല്ലും കൊഴിഞ്ഞ്, കവളും കൊട്ടി, കണ്ണും കൊഴിഞ്ഞ് ഒരു പരുവത്തിലാകുമ്പോൾ മക്കൾ മാതാപിതാക്കളെ അനാഥശാലകളിൽ വലിച്ചെറിയുന്നു, തെരുവോരങ്ങളിൽ തള്ളിവിടുന്നു, ഒന്ന് കെട്ടിത്തൂക്കുന്നു, എടുത്ത് വെള്ളത്തിൽ താഴ്ത്തുന്നു. എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈയിടെ വായിച്ചില്ലേ, നൊന്ത് പ്രസവിച്ച ഒരു മാതാവ് ആ കൊച്ചിനെ 2 മാസം പ്രായമുള്ളൂ, അതിനെ കഴുത്ത് ഞെരിച്ച് കൊന്നു. അതും നടക്കുന്നത് കേരളത്തിലാണ്. മനുഷ്യൻ വിദ്യാഭ്യാസത്തിൽ മഹോന്നതമായ അനുഭവങ്ങൾ പറയുമ്പോൾ മനുഷ്യൻ ഇന്ന് സദാചാര ബോധമില്ലാതെ തകർച്ചയുടെ നടുവിലായിരിക്കുന്നു. അതുകൊണ്ട് ശാശ്വത ശാന്തിയും ശാശ്വത സമാധാനം നൽകുന്ന യേശുവിന് ഹൃദയം കൊടുത്ത്, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആ യേശുവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ച്, യേശുവേ എന്നെ അവിടെ നിന്ന് രക്ഷിക്കണമേ, എനിക്ക് നിലനിൽക്കുന്ന ഒരു സമാധാനം തരണമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, അങ്ങിൽ ആശ്രയിക്കുന്നു എന്ന അനുഭവത്തോടുകൂടെ അടുത്തു വരിക. ഈ വാക്കുകൾ താങ്കളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന ശുഭപ്രത്യാശയോടും പ്രാർത്ഥനയോടും കൂടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇതുവരെ ഞങ്ങൾ ശ്രദ്ധിച്ച എല്ലാ പ്രിയ സ്നേഹിതർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ കൃതജ്ഞത അറിയിച്ച് തൽക്കാലം നിർത്തുന്നു. ദൈവം